ഇനി പഠിക്കാൻ പോകുന്നത് പാർക്കിൻസൺ ഡിസീസ് ആണ്. ഇതൊരു ഡീജനറേറ്റഡ് ഡിസീസസ് ആണ്. പിന്നെ ഡോപ്പമീൻ അളവ് കുറയുമ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. സ്ലോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസീസ് ആണിത്. ഇതുകൊണ്ട് മൊബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്, ചാൻസ് ടു ഫാൾ, ഡിക്രീസ് ദ എജിലിറ്റി ടു സെൽഫ് ആക്ടിവിറ്റീസ്, പിന്നെ ബോഡി ഫങ്ഷൻസ് കുറയുന്നു, മെൻ്റൽ റിട്ടാർഡേഷൻ വരെയും ഉണ്ടാകുന്നു. പിന്നെ അസസ്മെൻറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്രാഡിക്കിനേഷ്യ അതായത് സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എക്നേഷ്യ അതായത് മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത അവസ്ഥ, അതുപോലത്തെ മോണോട്ടോണിയസ് സ്പീച്ച് അതായത് റിപ്പീറ്റഡ് ഫോമിലുള്ള സ്പീച്ച്, പിൽ റോളിംഗ് ടെർമേഴ്സ്, റിജിഡിറ്റി, മാസ്ക്ഡ് ഫേസ്, സോലോയിങ്, ഡ്രോളിംഗ് ഓഫ് സലേവിയ, സ്റ്റുപ്പിഡ് പോസ്റ്റർ, സ്റ്റെപ്സ് ഷഫ്ലിംഗ്, ഇതൊക്കെ ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കാം. ഹൈ ഫൈബർ, ഹൈ കലോറി ഡയറ്റ്സ്, ലോങ് ടൈം കെയർ ആണ് വേണ്ടത്. ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് അസസ് ചെയ്യുക. സ്പീക്കിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് അസസ് ചെയ്യണം. ഫീഡിങ് സ്മോൾ എമൗണ്ട് വേണം നൽകാനായിട്ട്. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക. പിന്നെ ആക്ടിവിറ്റീസ് നന്നായി പേഷ്യൻസിനെ എൻകറേജ് ചെയ്യുക, തെറാപ്പീസ് നൽകുക, മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുക, ആംബുറ്റേഷൻസ് ആവശ്യമായ അസസ്മെൻറ്റ് നൽകുക, വൈറ്റമിൻ B6 കൂടുതലുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയുക, സ്ട്രെസ് ഒഴിവാക്കുക, മൊണാമിയ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ അവോയ്ഡ് ചെയ്യാൻ പറയുക. ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.